റിലീജിയസ് സട്ടയർ എന്നുള്ള ജോണർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ജോണറിൽ അധികം പടങ്ങൾ ഇറങ്ങാറില്ല. അപ്പൊ PK പോലുള്ള ഒരു സിനിമ ഇന്നത്തെ ഒരു അന്തരീക്ഷത്തിൽ ഇറങ്ങുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംശയമാണ്. പക്ഷെ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഇങ്ങനെ, അതായത് വിശ്വാസികളെ തലങ്ങും വിലങ്ങും കളിയാക്കി കൊല്ലുകയാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു പടം എങ്ങനെ സെൻസർ ബോർഡിന്റെ ആ ഒരു കത്രികയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഇങ്ങനെ വന്നു എന്നുള്ളത് എനിക്കൊരു അത്ഭുതമായിരുന്നു. പിന്നെ ആലോചിച്ചപ്പോൾ ഈ സിനിമയിൽ അവർ ടാർഗറ്റ് ചെയ്യുന്നത് ക്രിസ്ത്യൻ വിശ്വാസികളെയാണ്. അപ്പൊ ഈ മതത്തിന്റെ കാര്യത്തിൽ സഹിഷ്ണുതയുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ ഇങ്ങനെയുള്ളൊരു സിനിമ ഇറങ്ങുന്നത് അല്ലെങ്കിൽ ഈ സിനിമ ഇങ്ങനെ പറയുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്ന ആളുകളൊന്നുമല്ല. അതുകൊണ്ട് പടം റിലീസായി. പക്ഷെ ആരും അറിഞ്ഞില്ല ഈ പടത്തിന്റെ ഗുണം അതാണ്. കാരണം റിലീജിയസ് സട്ടയർ ആയിട്ട് ഒരു 10 സീൻ ഉണ്ടെന്ന് വിചാരിക്കുക. ആ 10 സീൻ ഉണ്ടെങ്കിൽ അത് മാത്രമേ ഇതിൽ നല്ലതുള്ളൂ. ബാക്കിയുള്ളതൊന്നും കണ്ടിരിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് അർഹിക്കുന്ന പരാജയം നേടിയ ഒരു സിനിമയാണ് അപൂർവ പുത്രന്മാർ എന്നുള്ള ഈ സിനിമ. ഇതിലെ നായകന്മാരെന്ന് പറയുന്നത് വിഷ്ണു ഉണ്ണികൃഷ്ണനും പിന്നെ ബിബിൻ ജോർജും ആണ്. അവരുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന ലാലു അലക്സ് ആണ്. ഇവരുടെ അടുപ്പം കാണിക്കുന്ന കുറച്ച് സീനുകൾ, പിന്നെ റൊമാൻറ്റിക് ആണോ എന്ന് ചോദിക്കരുത്, എന്താണ്ടൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ട് രണ്ട് നായികമാരായിട്ട്. അതിൻ്റെ ഇടയിൽ ഒരു പാട്ടുണ്ട്. പാട്ടെന്ന് പറയുമ്പോൾ ഈ കൂളിംഗ് ഗ്ലാസും ജാക്കറ്റും ഒക്കെ ഇട്ട് പണ്ടത്തെ കാലത്ത് എന്നോ മലയാള സിനിമ ഉപേക്ഷിച്ച കുറേ സെറ്റപ്പുകളുണ്ട്. അത് വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ പടത്തിലാണ് നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റുള്ളൂ. 2025 സ്റ്റിൽ ഇറ്റ്സ് വിസിബിൾ. വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ പടം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൂളിംഗ് ഗ്ലാസ് ജാക്കറ്റൊക്കെ ഇട്ട് അവിടെയൊക്കെ ഡാൻസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് സീനുകൾ, പിന്നെ കുറേ ചളി സീനുകൾ, കോമഡി ആണോ ട്രാജഡി ആണോ എന്നൊന്നും ചോദിക്കരുത്. ഫോർ മീ എനിക്ക് ട്രാജഡി ആയിരുന്നു. അങ്ങനെയുള്ള കുറേ സീനുകളുടെ ഒരു 1/4 മണിക്കൂറോളം തുടക്കത്തിൽ ഇങ്ങനെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ മനസ്സ് മടുത്ത് കഴിയുമ്പോഴാണ് ഈ ലാലു അലക്സിന്റെ ക്യാരക്ടർ മരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ മരിച്ചു കഴിയുമ്പോഴാണ് ഈ സിനിമ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനിക്കുന്നത്. പിന്നെ അങ്ങോട്ട് നമ്മൾ കാണുന്നത് കൃപാസനം, പിന്നെ വിശുദ്ധന്മാര്, എങ്ങനെ മിനിമം സെൻസുള്ള ആർക്കെങ്കിലും ഒക്കെ ഇതെന്ത് എന്നൊക്കെ തോന്നുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ വിശ്വസിക്കുന്ന കുറെ വിശ്വാസികൾ എന്ന് പേരുള്ള കുറെ മണ്ടന്മാരും ഉണ്ട്. അപ്പൊ അവർ ചെയ്തു കൂട്ടുന്ന കുറെ കാര്യങ്ങളെയൊക്കെ തലങ്ങും വീലങ്ങും നല്ല അസലായിട്ട് കളിയാക്കുന്ന കുറച്ച് സീനുകൾ ഇങ്ങനെ വരും. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രസമായിരുന്നു. കാരണം ആ സീനുകളൊക്കെ ഉണ്ടല്ലോ ശരിക്കും നല്ല ഇൻസ്റ്റയിൽ റീൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്പ്രെഡ് ആവണം. കാരണം ഈ കാണിക്കുന്നത് മണ്ടത്തരമാണെന്ന് ശരിക്കും അത് മനസ്സിലാവില്ല. മണ്ടത്തരം അതൊന്നും മനസ്സിലാവാത്തതുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെയുള്ള സിനിമകൾക്ക് പ്രസക്തി ഉള്ളത്. അപ്പൊ ഇങ്ങനെ കുറെ സീനുകൾ, ഈ സട്ടയർ എന്നുള്ള രീതിയിൽ കുറെ സീനുകൾ കാണിക്കുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് എന്ത് കാണിക്കണം എന്നുള്ള യാതൊരുവിധ ഐഡിയയും ഈ സിനിമാക്കാർക്കില്ല. ഈ സിനിമ എങ്ങനെ കൊണ്ട് അവസാനിപ്പിക്കണം എന്നുള്ളതും ഇല്ല. അപ്പൊ നിശാന്ത് സാഗറിന്റെ ഒരു ക്യാരക്ടർ ഉണ്ട്. പുള്ളി ഒരു വില്ലൻ റോൾ കൈൻഡ് ഓഫ് സംഭവങ്ങളൊക്കെയാണ് ഈ പടത്തിൽ കാണിക്കുന്നത്. ഒരു അനാവശ്യമായിട്ടുള്ള വില്ലനാണ്. പുള്ളി കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് വെച്ചാൽ അതുമില്ല. അങ്ങനെ എങ്ങനെയും കണ്ടൊക്കെ ഈ സിനിമ അവസാനിപ്പിക്കുന്നു. പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ആണെങ്കിലും ബിബിൻ ജോർജ് ആണെങ്കിലും ലാലു ലക്സ് ആണെങ്കിലും ഇവരൊന്നും ഈ സിനിമയിൽ പോകുന്നവരാരും അഭിനയം എന്നുള്ളൊരു കാര്യം കൊണ്ട് നമ്മൾ പ്രസിദ്ധിപ്പിക്കുന്നില്ല. പിന്നെ അശോകനെ അവതരിപ്പിച്ച ഒരു പള്ളിയിലച്ചന്റെ ക്യാരക്ടർ ഉണ്ട്. പുള്ളി അത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ പള്ളിയിലച്ചന്റെ ക്യാരക്ടർ രസമായിരുന്നു. ഈ പടത്തിൽ പറയാനുള്ള ഒരേ ഒരു പോസിറ്റീവ്, അതായത് അഭിനയത്തിന്റെ കാര്യത്തിലുള്ളൊരു പോസിറ്റീവ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് അശോകനാണ്. പിന്നെ ഈ സട്ടയർ എന്നുള്ള രീതി കാണിക്കുന്ന ഒരു 10 സീൻ, ഈ അശോകന്റെ ക്യാരക്ടറും പിന്നെ ഈ 10 സീനും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പടത്തിൽ ഒന്നുമില്ല. പിന്നെ ബാലാജിയുടെ ഒരു ഊമ ക്യാരക്ടർ ഉണ്ട്. ആ ക്യാരക്ടർ പ്രത്യേകം എടുത്ത് പറയണോട്ടോ. കാരണം ഇജാതി ഇറിറ്റേഷൻ നൽകിയ ഒരു ക്യാരക്ടർ ഇല്ല. കാരണം പുള്ളി സ്ക്രീനിൽ വരുമ്പോഴൊക്കെ വല്ലാത്തൊരു ഇറിറ്റേഷൻ ആയിരുന്നു. പിന്നെ പുള്ളിക്ക് കുറച്ച് കഴിയുമ്പോൾ സംസാരിക്കാൻ പറ്റും. കാരണം വിശുദ്ധന്റെ അനുഗ്രഹം കാരണം സംസാരിക്കാൻ പറ്റും. അപ്പോഴാണ് ശരിക്കും പറഞ്ഞ ഒരു ആശ്വാസമായത്. അപ്പോൾ റിയൽ ലൈഫിൽ ഇതുപോലെ വിശുദ്ധന്മാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറെ ഇതുപോലുള്ള ഇറിറ്റേഷനൊക്കെ കുറഞ്ഞു കിട്ടും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷെ അപ്പോൾ അങ്ങനെ ഒരു പടം, ഈ പടം വന്നതും പോയതൊന്നും ആരും അറിയുന്നില്ല. പക്ഷെ ഈ ഒരാഴ്ചയും കൂടി ഇവിടെ ഓടുന്നുണ്ട്. നിങ്ങൾക്ക് റിലീജിയസ് സട്ടയറൊക്കെ കാണാം എന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തലവെക്കാം. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ 10 സീനും ഈ അശോകന്റെ ക്യാരക്ടറും അല്ലാതെ വേറെ ഒന്നും ഇല്ല ഇതിനകത്ത്.